good morning. Okay. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കല്ലേ? എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാനല്ലേ? ഓക്കെ, നമുക്കിന്ന് ഇംഗ്ലീഷ് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ലെസൺ 1 ജാക്ക് ആൻഡ് ദ ബീൻസ്റ്റോക്കിന്റെ സ്റ്റോറിയാണ് പഠിപ്പിച്ചത്. അത് ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞു തരികയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. സ്മാൾ വില്ലേജ് ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു സ്ത്രീയും അവളുടെ മകനായ ജാക്കും താമസിക്കുകയായിരുന്നു. അതായത് ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു സ്ത്രീയും അവരുടെ മകനായ ജാക്കും താമസിക്കുകയായിരുന്നു. അവരുടെ വീട് ചെറിയ ലിറ്റിൽ കോട്ടേജ് ആയിരുന്നു. വെറും പാവപ്പെട്ട ആൾക്കാരായിരുന്നു. ജാക്കും അവന്റെ അമ്മയെന്ന് പറയുന്നത് പാവത്തങ്ങളായിരുന്നു, വെറും പാവപ്പെട്ടവരായിരുന്നു. അന്നത്തേക്കുള്ള ആഹാരത്തിന് വേണ്ടി മറ്റുള്ള വീടുകളിൽ പോയി ജോലി ചെയ്ത് അന്നത്തേക്കുള്ള ആഹാരം കണ്ടെത്തിയിരുന്നു. എന്ത് ചെയ്തിരുന്നു? അവരുടെ ആകെ വരുമാന മാർഗം എന്ന് പറയുന്നത് അവന്റെ അമ്മ മറ്റുള്ള വീടുകളിൽ പോയി ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടായിരുന്നു അന്നത്തേക്കുള്ള ആഹാരം അവർ ശേഖരിച്ചിരുന്നത്. അതായത് ആഹാരം കഴിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഓരോ ദിവസവും അവന്റെ അമ്മ മറ്റുള്ള വീടുകളിൽ പോയി ജോലി ചെയ്യുന്ന ആ പൈസ കൊണ്ടായിരുന്നു അവരെന്ത് ചെയ്യുന്നത് ഓരോ ദിവസവും കഴിഞ്ഞുകൂടിയിരുന്നത്. അവർ അധികം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുണ്ടായിരുന്നെന്ന് പറയുന്നത് ഒരു ആനിമലായിരുന്നു. ആനിമൽ എന്ന് പറയുന്നത് ഒരു കൗ ആയിരുന്നു. അതിന്റെ പേര് മിൽക്കി വൈറ്റ് എന്നായിരുന്നു. അവനൊരു കൗവേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൗവിന്റെ പേര് മിൽക്കി വൈറ്റ് എന്നായിരുന്നു. അവനതിനെന്താ വളരെ ഇഷ്ടമായിരുന്നു. കുറെ ശേഷം നല്ല വിമ്പ് വന്ന സമയത്ത് അവന്റെ അമ്മ വളരെ അവന്റെ അമ്മയ്ക്ക് നല്ല സുഖമില്ലാത്ത സമയത്ത് അവന്റെ അമ്മയ്ക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു അവസ്ഥ വരികയും ഉണ്ടായി. ആ സമയത്ത് അവർക്ക് ആഹാരത്തിനൊന്നും യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അവരന്നന്ന് ജോലി ചെയ്തായിരുന്നു ആഹാരം കഴിച്ചിരുന്നത്. ആ ആഹാരം പോലും കഴിക്കാനുള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ അമ്മ വിമ്പായ സമയത്ത് എന്ത് ചെയ്തു? അവന്റെ അമ്മയ്ക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാതാവുകയും സുഖമില്ലാതെ കിടപ്പാവുകയും ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് ജോലിക്കൊന്നും പോകാനല്ലേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. അവന്റെ അമ്മയ്ക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല. ജോലിക്കൊന്നും പോകാൻ കഴിയാതെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അവരുടെ വരുമാന മാർഗം നഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് അവരെന്തായി പട്ടിണിയാകാൻ തുടങ്ങി. ഓക്കെ, അന്നേരം ജാക്ക് അവന്റെ അമ്മയോടൊരു സജഷൻ പറയുകയാണ്. അവനൊരു പശു ഉണ്ടെന്ന് പറഞ്ഞില്ലേ, മിൽക്കി വൈറ്റ്. ആ മിൽക്കി വൈറ്റിനെ ഇട്ടുകൊണ്ട് കിട്ടുന്ന പൈസയ്ക്ക് നമുക്ക് ഫുഡിന് വേറെ സാധനങ്ങളെല്ലാം വാങ്ങിക്കാമെന്ന് അവന്റെ അമ്മയോടൊരു സജഷൻ പറഞ്ഞു. അവർക്ക് വേറെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടും അവന്റെ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്തു? അമ്മ പറഞ്ഞു, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അമ്മയുടെ മിൽക്കി വൈറ്റിനെ വിറ്റുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ആ പൈസ വാങ്ങിച്ചു കൊണ്ടുവന്ന് നമുക്ക് ആഹാരത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്തു? മിൽക്കി വൈറ്റുമായിട്ട് ചന്തയിൽ മാർക്കറ്റിലേക്ക് പോയി. മാർക്കറ്റിൽ പോകുന്ന വഴിക്ക് അവൻ എന്ത് ചെയ്തു? ഒരു ഓൾഡ് മാനെ പരിചയപ്പെട്ടു. ആ ഓൾഡ് മാൻ എന്ത് ചെയ്തു? അവൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എനിക്ക് മിൽക്കി വൈറ്റിനെ തരുമോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, പകരം ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കുറച്ച് ബീൻസ് തരാമെന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു, പൈസ ഇല്ലാതെ ബീൻസ് കിട്ടിയിട്ട് എനിക്ക് എന്താ കാര്യം? ബീൻസ് കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. പൈസ കിട്ടിയാലല്ലേ സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുമെന്ന് അവൻ ആരോട് പറഞ്ഞു? ആ ഓൾഡ് മാനോട് പറഞ്ഞു. ഓൾഡ് മാനോട് പറയുകയാണ്, നിങ്ങളെന്താ എനിക്ക് പൈസ തന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ, അല്ലാതെ ഈ ബീൻസ് കിട്ടിയിട്ട് എനിക്ക് യാതൊരു കാര്യവുമില്ല എന്ന് അവൻ ഓൾഡ് മാനോട് പറയുകയാണ്. അവൻ പറഞ്ഞു, ഓൾഡ് മാൻ എന്ന് പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് പക്ഷേ ഈ ബീൻസ് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? രക്ഷപ്പെടാൻ കഴിയും. നിങ്ങൾ എന്ത് ചെയ്യും? വലിയൊരു പണക്കാരനാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനോട് പറയുകയും എന്ത് ചെയ്തു? പറഞ്ഞുകൊണ്ട് അവൻ്റെ ഇത് മിൽക്കി വൈറ്റിനെ വാങ്ങിക്കുകയും ഈ ബീൻസ് അവന് കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അന്നേരം തൻ്റെ അമ്മയെ എപ്പോഴും പട്ടിണി കിടക്കാതെ രക്ഷിക്കണമെന്ന് ഒരു മനസ്സുള്ള വ്യക്തിയായിരുന്നു ജാക്ക്. അന്നേരം ജാക്ക് എന്ത് ചെയ്തു? എന്തായാലും അത് ഞാൻ പറഞ്ഞതല്ലേ, ഈ ബീൻസ് കൊണ്ട് ചിലപ്പോൾ ഞാൻ രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഏത് റിസ്ക് എടുക്കാനും തൻ്റെ അമ്മയെ പട്ടിണിയിൽ നിന്ന് മാറ്റാനും തനിക്കും തൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണിയിൽ നിന്ന് ഒഴിവാകാനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു? എന്ത് റിസ്ക് എടുക്കാൻ ആര് തയ്യാറായിരുന്നു? ജാക്ക് തയ്യാറായിരുന്നു. അങ്ങനെ ജാക്ക് ആ ബീൻസ് വാങ്ങിക്കുകയും ആ ബീൻസ് കൊണ്ട് എന്ത് ചെയ്തു? തൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. മിൽക്കി വൈറ്റിനെ കൊണ്ട് ആ ഓൾഡ് മാനും പോയി. അവൻ ബീൻസുമായിട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മയ്ക്ക് എന്ത് ചെയ്തു? വലിയ ദേഷ്യം വന്നു. അമ്മ എന്ത് ചെയ്തു? ആ ബീൻസ് എടുത്ത് വിൻഡോയിലൂടെ ജനലിലൂടെ എന്ത് ചെയ്തു? വലിച്ച് വെളിയിലേക്ക് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞ്, ഈ ബീൻസ് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒന്നും ചെയ്യാൻ കഴിയില്ല. പണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ അവന് അബദ്ധം പറ്റിയത് പറഞ്ഞാൽ അവനെ എന്ത് ചെയ്തു? അമ്മ ഒത്തിരി ശാസിക്കുകയും ചെയ്തിട്ട് ആ ബീൻസ് എടുത്ത് ജനലിലൂടെ വെളിയിൽ കളഞ്ഞു. അപ്പോഴത്തേക്ക് അവന് വലിയ വിഷമമായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൻ എണീറ്റ് വെളിയിൽ വന്നപ്പോഴെന്ത് ചെയ്തു? ആ ബീൻസ് കിടന്ന് വളർന്ന് വലിയൊരു ബീൻ സ്റ്റോക്കായി മാറി. ആ ബീൻ സ്റ്റോക്കായി മാറിയപ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്തു? അതിന്റെ മണ്ടയിലേക്ക് വലിഞ്ഞ് കയറി
നേരെ ചെന്നപ്പോഴത്തേക്ക് അതെന്താ ആകാശം മുട്ടി നിൽക്കുന്ന ഒരു ബീൻ സ്റ്റോക്ക് ആയിട്ടാണ് മാറിയത്. അപ്പോഴത്തേക്ക് അവൻ അതിനകത്ത് വലിഞ്ഞ് കയറി മുകളിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു വാതിൽ കണ്ടു. ഒരു വാതിൽ കണ്ടു. ആ വാതിൽ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് എന്താ വലിയൊരു കൊട്ടാര കണക്കാണ് കണ്ടത്. അതിനകത്ത് ചെന്നപ്പോഴത്തേക്കും എന്താണ് അവിടെ ഒരു മൂലയില് കുറച്ചെന്താ സഞ്ചികൾ ഇരിക്കുന്നത് കണ്ടു. അതിനകത്ത് നിറയെ സ്വർണ്ണമായിരുന്നു. അവൻ അതും എടുത്തുകൊണ്ട് എന്ത് ചെയ്തു, താഴേക്ക് വന്നു. താഴേക്ക് വന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു, അവൻ അതെല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ അമ്മയുടെ കൊടുത്തതിന് ശേഷം വീണ്ടും അതിന്റെ മണ്ടയിലേക്ക് വലിഞ്ഞു കയറിയിട്ട് അപ്പോൾ ചെന്നപ്പോഴെന്ത് സംഭവിച്ചു, അതിനകത്തൊരു ഭീമൻ ഇരിക്കുന്നു. ആ ഭീമന്റെ അടുത്ത് എന്താ പാത്രത്തില് ചോറൊക്കെ അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഫുഡെല്ലാം ഇരിക്കുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യാൻ വേണ്ടിയാണ് അതിന്റെ തൊട്ടടുത്തായിട്ട് എന്ത് കണ്ടു, എന്തായിരിക്കും കണ്ടത്? നിങ്ങൾ പഠിച്ചല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേ. ആ ഭീമന്റെ തൊട്ടടുത്തായിട്ട് അവൻ എന്തായിരിക്കും കണ്ടത്? സ്വർണ്ണ മുട്ടകൾ കണ്ടു അല്ലേ? സ്വർണ്ണ മുട്ടയുടെ ഒരു കോഴിയെ കണ്ടു. അവൻ രണ്ടാമത് കയറി ചെന്നപ്പോഴത്തേക്ക് എന്താ അവൻ ഭീമൻ എന്ത് ചെയ്യുന്നു, ഉറങ്ങുകയായിരുന്നു. ഒരു ഭീമന്റെ അടുത്ത് എന്താ അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത് അവൻ ഭീമൻ ഉറങ്ങുകയായിരുന്നു. അന്നേരം എന്താ അവൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ മുട്ടകൾ, അതായത് സ്വർണ്ണ മുട്ടകൾ കണ്ടു. ആ സ്വർണ്ണ മുട്ടകളിൽ നിന്ന് ഒരു കോഴിയെ കണ്ടു. അന്നേരം അവന് തോന്നി എന്താണ്, ആ കോഴിക്ക് എന്തോ ഒരു മാന്ത്രികതയുണ്ട്. ആ മാന്ത്രികത ഉള്ളത് കൊണ്ടായിരിക്കാം ഈ കോഴി എന്താ ഈ സ്വർണ്ണ മുട്ടകൾ ഇടുന്നതെന്ന് ആർക്ക് തോന്നി? ജാക്കിന് തോന്നി. ആ കോഴിക്ക് എന്തോ ഒരു മാന്ത്രികതയുണ്ട്. ആ മാന്ത്രികത ഉള്ളത് കൊണ്ടായിരിക്കാം കോഴി എന്ത് ചെയ്യുന്നത്, ഈ സ്വർണ്ണ മുട്ടകൾ ഇടുന്നതെന്ന് ജാക്കിന് തോന്നി. അന്നേരം അവന് തോന്നിയത് ആ കോഴിയെ കൂടി എടുത്തുകൊണ്ട് പോകാമെന്ന് കരുതി അവൻ എന്ത് ചെയ്തു, ആ കോഴി എടുത്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ വരെയാണ് പഠിച്ചത്. അതിന്റെ അടുത്ത ഭാഗം പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. പേജ് നമ്പർ 11 എടുത്തോ. ഓക്കെ, മിസ് പഠിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. Jack came back the third time to the jail. അങ്ങനെ അവരെന്ത് ചെയ്തു, ആ കോഴി എടുത്തുകൊണ്ടാണ് രണ്ടാമതായിട്ട് ഇറങ്ങിയതിന് ശേഷം വീണ്ടും അവൻ എന്ത് ചെയ്തു, മൂന്നാമത് വീണ്ടും അതിന്റെ മുകളിലേക്ക്, ആ മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. Okay, castle and saw a golden apple laying on the floor next to the jail. അവൻ മൂന്നാം തവണയും ജാക്ക് എന്ത് ചെയ്തു, ഗെയിം കോട്ടയിലേക്ക് മടങ്ങിയെത്തി. ഒരു സ്വർണ്ണ കിന്നരൻ ഗെയിറ്റ് നടത്ത് തറയിൽ കിടക്കുന്നത് കണ്ടു. അവൻ എന്ത് ചെയ്തു, മൂന്നാമത്തെ തവണയും അവൻ മരത്തിലേക്ക് കയറിയപ്പോൾ ഒരു സ്വർണ്ണ കിന്നരൻ എന്ത് ചെയ്തു, അവന്റെ അടുത്ത് കിടക്കുന്നത്, അതായത് ഗെയിമിന്റെ അടുത്ത് കിടക്കുന്ന, ഭീമന്റെ അടുത്ത് കിടക്കുന്നതായിട്ട് അവൻ കണ്ടു. അതായത് മൂന്നാമത്തെ തവണയും അവൻ എന്ത് ചെയ്തു, ആ മരത്തിലേക്ക് കയറിയപ്പോൾ എന്ത് ചെയ്തു, ആ കൊട്ടാരത്തിൽ ചെന്നപ്പോ ആ ഭീമന്റെ അടുത്തായിട്ട് ഒരു സ്വർണ്ണ കിന്നരം കിടക്കുന്നത് ആര് കണ്ടു? നമ്മുടെ ജാക്ക് കണ്ടു. ജാക്ക് എന്താണ് കണ്ടത്? ഒരു സ്വർണ്ണ കിന്നരം ആ ഭീമന്റെ അടുത്ത് കിടക്കുന്നതായി കണ്ടു. എന്ത് സംഭവിച്ചു നോക്കാം. He tried to quickly slip out with the heart when suddenly he tripped and fell on the floor with a loud sound. Okay, he tried to quickly slip out with the heart. Then suddenly he tripped and fell on the floor with a loud sound. അവൻ കിന്നരം കണ്ട് നിശബ്ദമായി വഴുതി വീഴാൻ ശ്രമിച്ചു. അവൻ എന്ത് ചെയ്തു, തറയിൽ കിടക്കുന്ന കിന്നരം കണ്ടുകൊണ്ട് എന്ത് ചെയ്തു, പയ്യെ നിശബ്ദമായി അതിലേക്ക് വഴുതി വീഴാനാണ് ശ്രമിച്ചു. ശ്രമിച്ചു. The game woke up with a start. അവൻ എന്ത് ചെയ്തു, വഴുതി വീഴാൻ ശ്രമിച്ചു. പെട്ടെന്ന് അവൻ കാലിടറി തറയിൽ വീണു. ഒരു വലിയ ശബ്ദത്തോടെ പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു, കാലിടറി തറയിൽ വീണു. ഒരു വലിയ ശബ്ദത്തോടു കൂടി അവൻ എന്ത് ചെയ്തു, കാലിടറി തറയിൽ വീണു. ഓക്കെ, Jack came back the third time again castle and saw a gold harp playing on the floor next to the gate. He tried to quickly slip out with the harp when suddenly he tripped and fell on the floor with a loud sound. The game woke up with a start. Okay, after that free feel for fun. I smell the blood of an Englishman.
P5 4 farm. I smell the blood of an Englishman. P5 4 farm. ഞാൻ ഒരു എന്ത് ചെയ്തു? ഇംഗ്ലീഷ്മാന്റെ രക്തം മണക്കുന്നു. ആ ഫീമൻ പറയുകയാണ് എന്താ? ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഇംഗ്ലീഷ്മാന്റെ രക്തം ഇവിടെ മണക്കുന്നു എന്ന് ആര് പറഞ്ഞു? ഫീമൻ പറഞ്ഞു. P5 4 farm പറഞ്ഞു എന്ത് ചെയ്തു? ഞാനൊരു ഇംഗ്ലീഷ്മാന്റെ രക്തം മണക്കുന്നു. Be he alive or be he dead, I will grind his bones to make my bread. Okay. Be he alive or be he dead, I will grind his bones to make my bread. അവൻ ജീവിച്ചിരിക്കട്ടെ അല്ലെങ്കിൽ അവൻ മരിച്ചാൽ എന്റെ ഒപ്പം ഉണ്ടാകാൻ ഞാൻ അവന്റെ അസ്ഥികൾ പൊടിക്കും. അവൻ ജീവിച്ചിരിക്കട്ടെ, അവൻ മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അവൻ എന്റെ ഒപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ അവന്റെ അസ്ഥികൾ പൊടിക്കും. അവൻ ജീവിച്ചിരിക്കട്ടെ അല്ലെങ്കിൽ അവൻ മരിച്ചാൽ എന്റെ ഒപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? അവൻ എന്റെ ഒപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവന്റെ അസ്ഥികൾ ഞാൻ പൊടിക്കും. Be he alive or be he dead, I will grind his bones to make my bread. Okay. The king said these words as he angrily got up from his chair. The king said these words as he angrily got up from his chair. അവനെന്ത് ചെയ്തു? ദോഷത്തോടെ കസേരയിൽ നിന്നും എഴുന്നേറ്റപ്പോൾ ഭീമൻ ഈ വാക്കുകൾ പറഞ്ഞു. അവൻ ദോഷത്തോടുകൂടി എന്ത് ചെയ്തു? ഭീമൻ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഈ വാക്കുകൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഭീമൻ എന്ത് ചെയ്തു? ആ ദോഷത്തോടുകൂടി ആ ചെയറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഈ വാക്കുകൾ പറഞ്ഞു. He saw John trying to run away with his golden harp. He saw John trying to run away with his golden harp. Okay. ജാക്ക് അവന്റെ സ്വർണ്ണ കിന്നരവുമായി ഓടിപ്പോകാൻ ശ്രമിക്കുന്നത് അയാൾ കണ്ടെത്തി. താഴെ കിടന്ന് ആ സ്വർണ്ണ കിന്നരവും എടുത്തുകൊണ്ട് ആര് ഓടിപ്പോകാൻ ശ്രമിച്ചു? അപ്പോഴത്തേക്ക് നമ്മുടെ ജാക്ക് എന്ത് ചെയ്തു? തറയിൽ കിടന്ന് ആ സ്വർണ്ണ കിന്നരവും എടുത്തുകൊണ്ട് ഓടിപ്പോകാൻ ശ്രമിക്കുന്നത് ആര് കണ്ടു? ഭീമൻ കണ്ടു. ജാക്ക് എന്ത് ചെയ്തു? തറയിൽ കിടന്ന ആ സ്വർണ്ണ കിന്നരവും എടുത്തുകൊണ്ട് ഓടിപ്പോകാൻ ശ്രമിക്കുന്നത് ജാക്ക് ഓടിപ്പോകാൻ ശ്രമിക്കുന്നത് ആര് കണ്ടു? ഭീമൻ കണ്ടു. ജാക്ക് തറയിൽ കിടന്ന സ്വർണ്ണ കിന്നരവും എടുത്തുകൊണ്ട് ഓടിപ്പോകാൻ ശ്രമിക്കുന്നത് ആര് കണ്ടു? ഭീമൻ കണ്ടു. Jack rammed down the beanstalk as fast as he could. Okay. Jack scrambled down the beanstalk as fast as he could. അതായത് ഇത് പുറകെ ഓടി, അവൻ പുറകെ ഓടി. The gate followed close behind him. Jack was very scared and as soon as he reached his house, Jack താഴെ തനിക്ക് കഴിയുന്നത്ര വേഗത്തിൽ ബീൻസ്റ്റോക്ക് താഴേക്ക് ചാടി. ആ സ്വർണ്ണ കിന്നരവും എടുത്തുകൊണ്ട് ഓടിയപ്പോഴേക്കും അവൻ എന്ത് ചെയ്തു? പുറകെ ഓടിയപ്പോഴത്തേക്ക് ജാക്ക് എന്ത് ചെയ്തു? തനിക്ക് കഴിയുന്നത്ര വേഗത്തിൽ എന്ത് ചെയ്തു? ബീൻസ്റ്റോക്കിൽ നിന്ന് താഴേക്ക് ചാടി. ജാക്കിന് കഴിയുന്നത്ര വേഗത്തിൽ എന്ത് ചെയ്തു? ബീൻസ്റ്റോക്കിൽ നിന്ന് ജാക്ക് എന്ത് ചെയ്തു? താഴേക്ക് ചാടി. Okay. Jack was very scared and as soon as he reached his house, he called out to his mother for help. ഭീമൻ അവന്റെ പിന്നാലെ അടുത്തു. ജാക്ക് അവനെ ഭയപ്പെട്ട് വീട്ടിലെത്തിയ ഉടൻ തന്നെ അവൻ എന്ത് ചെയ്തു? അമ്മയെ സഹായത്തിന് വിളിച്ചു. ഭീമൻ എന്ത് ചെയ്തു? അവന്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് അവന്റെ വീട്ടിലെത്തിയിട്ട് അവന്റെ സഹായത്തിന് വേണ്ടിയിട്ട് ആരെ വിളിച്ചു? അവന്റെ അമ്മയെ വിളിച്ചു. ജാക്ക് പെട്ടെന്ന് വീഴുന്നത് താഴേക്ക് ചാടി പെട്ടെന്ന് എന്ത് ചെയ്തു? അമ്മയെടുത്ത് എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അമ്മയെ എന്ത് ചെയ്തു? അവന്റെ സഹായത്തിനായിട്ട് വിളിച്ചു. ഭീമൻ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ അവൻ അവന്റെ അമ്മയെ അവന്റെ സഹായത്തിനായി വിളിച്ചു. Okay. Mother, please come quickly. Get me the axe, shouted Jack. Mother, please come quickly. Get me the axe, shouted Jack. അമ്മേ വേഗം വരൂ, കോടാലി തരൂ. ജാക്ക് അലറി വിളിക്കുകയാണ്. എന്താ? അമ്മേ ഓടി വരൂ. ഓടി വന്ന് എന്ത് ചെയ്യും? ഒരു കോടാലി കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞുകൊണ്ട് ജാക്ക് അലറി വിളിക്കുകയാണ്. ആരെ? അമ്മയെ. ജാക്ക് എന്ത് ചെയ്തു? അലറിക്കൊണ്ട് അമ്മയെ വിളിച്ചു. എന്താണ്? അമ്മയെ പെട്ടെന്ന് വരൂ, ഒരു കോടാലി കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞുകൊണ്ട് ജാക്ക് അലറി വിളിക്കുകയാണ്. Mother, please come quickly. Get me the axe, shouted Jack.
എന്താ ആ കോടാലി എടുത്തൊന്ന് തരുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എന്ത് ചെയ്തു? ജാക്ക് കടന്ന് വിളിക്കുകയായിരുന്നു. ജാക്ക് കട്ട് ഓഫ് ദ ബീൻ സ്റ്റോക്ക് വിത്ത് ഹിസ് ആക്സ്. ജാക്ക് എന്ത് ചെയ്തു? ബീൻ സ്റ്റോക്ക് കൊണ്ട് തന്റെ ആക്സ്, ബീൻ സ്റ്റോക്ക് എന്ത് ചെയ്തു? തന്റെ ആക്സ് കൊണ്ട് വെട്ടി. ജാക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ബീൻ സ്റ്റോക്ക് തന്റെ ആക്സ് കോടാലി കൊണ്ട് വെട്ടി. ജാക്ക് തന്റെ കോടാലി കൊണ്ട് എന്ത് ചെയ്തു? ബീൻ സ്റ്റോക്ക് മുറിച്ചു. The grain fell off the ground with the drum, and there was spray of tingling lights that filled the garden. The grains fell to the ground with a thump, and there was a spray of tingling lights that filled the garden. The grains fell to the ground with a thump, and there was a spray of tingling lights that filled the garden. അതായത് ജാക്ക് തന്റെ കോടാലി കൊണ്ട് ബീൻ സ്റ്റോക്ക് മുറിച്ചു. അപ്പോഴത്തേക്ക് ഭീമാകാരൻ ഒരു ഇടി കൊണ്ട് നിലത്ത് വീണു. പെട്ടെന്ന് എന്ത് ചെയ്തു? നിലത്ത് വീണു. പൂന്തോട്ടത്തിൽ നിറയും മിന്നുന്ന വിളക്കുകളുടെ ഒരു സ്പ്രേ ഉണ്ടായിരുന്നു. അത് താഴെ വീണപ്പോഴത്തേക്കും അവന്റെ പൂന്തോട്ടത്തിൽ മുഴുവനും, അവന്റെ ഗാർഡനിൽ മുഴുവനും എന്തായിരുന്നു? ഒരു മിന്നുന്ന ഒരു സ്പ്രേ പോലെ വന്നു. ഓക്കെ. Jack and his mother would not see what was happening. Okay, Jack and his mother could not see that was happening. അപ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ജാക്കിനും അമ്മയ്ക്കും കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അത് താഴെ വീണപ്പോഴത്തേക്ക് പൂന്തോട്ടത്തിലെല്ലാം ഒരു മിന്നുന്നത് പോലെയുള്ള ഒരു ഇതായിരുന്നു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? തന്റെ അമ്മയ്ക്കും ജാക്കിനും എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിഞ്ഞില്ല. ജാക്കിനും അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിഞ്ഞില്ല. Within minutes, the entire beanstalk along with the grains had disappeared. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ബീൻസ്റ്റോക്ക് മുഴുവൻ പൂന്തോട്ടം നിന്നും അപ്രതീക്ഷിതമായി. ബീൻസ്റ്റോക്കിന്റെ ഒരു ഇല പോലും ഇല്ലാതെ ബീൻസ്റ്റോക്ക് എന്ത് ചെയ്തു? അവിടെ മൊത്തം അപ്രതീക്ഷിതമായി. The entire beanstalk along with the grain had disappeared from the garden, just as strangely as they had appeared overnight from the magical beans. ഭീമാകാരമായ ബീൻ സ്റ്റോക്ക് മുഴുവൻ പൂന്തോട്ടത്തിൽ നിന്നും അപ്രതീക്ഷിതമായി മാന്ത്രിക ബീൻസിൽ നിന്നും ഒറ്റ രാത്രി കൊണ്ട് അവ പ്രത്യക്ഷപ്പെട്ടതുപോലെ വിചിത്രമായി. ഒറ്റ രാത്രി കൊണ്ടാണ് എന്ത് ചെയ്തത്? ആ ബീൻ സ്റ്റോക്ക്, ആ മാന്ത്രിക ബീൻസ് എന്ത് ചെയ്തത്? അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആ ബീൻ സ്റ്റോക്ക് ആ ഒറ്റ രാത്രി കൊണ്ട് തന്നെ പ്രത്യക്ഷപ്പെടുകയും അതുപോലെ തന്നെ അതെന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും ചെയ്തു. ബീൻ സ്റ്റോക്ക് അപ്രതീക്ഷിതമായി അവിടെ അത് വന്നതിന്റെ ഒരു തെളിവ് പോലും ഇല്ലാതെ എന്ത് ചെയ്തു? അത് മൊത്തത്തിൽ അപ്രതീക്ഷിതമാവുകയും ഒറ്റ രാത്രി കൊണ്ട് അത് വരികയും അതുപോലെ തന്നെ അത് പോവുകയും ചെയ്തു. അതൊന്നുകൂടെ നോക്കിയേ. Jack out of the beanstalk with his axe, the grains fell to the ground with a thump, and there was a spray of tingling lights that filled the garden. Jack and his mother could not see what was happening. Within minutes, the entire beanstalk along with the grains had disappeared from the garden, just as strangely as they had appeared overnight from the magical beans. Okay. The next day, the strange old man returned with the milky white. The next day, the strange old man returned with the milky white. The next day, the strange old man returned with the milky white. The next day, the strange old man returned with the milky white. അടുത്ത ദിവസം അപരിചിതനായ വൃദ്ധൻ മടങ്ങി. അതായത് വന്ന വൃദ്ധനില്ലേ, ആദ്യം വന്ന വൃദ്ധൻ എന്ത് ചെയ്തു? തന്റെ മിൽക്കി വൈറ്റുമായി മടങ്ങി. അടുത്ത ദിവസം എന്ത് ചെയ്തു? തന്റെ ആദ്യം വന്ന ആ വൃദ്ധനില്ലേ, ആ വൃദ്ധൻ എന്ത് ചെയ്തു? മിൽക്കി വൈറ്റുമായി എത്തി. ഓക്കെ. ജാക്ക് ആൻഡ് ഹിസ് മദർ വെർ വെരി താങ്ക്ഫുൾ ടു ഹിം. അദ്ദേഹത്തിനോട് എന്ത് ചെയ്തു? ജാക്കും അവന്റെ അമ്മയും എന്ത് ചെയ്തു? വളരെ നന്ദി പറഞ്ഞു. The magical beans had truly brought good fortune to them. അതായത് മാജിക്കൽ, ആ മാന്ത്രിക ബീൻസ് അവർക്ക് ശരിക്കും ഭാഗ്യം കൊണ്ടുവന്നിരുന്നു. ആ മാന്ത്രിക ബീൻസ് എന്ത് ചെയ്തിരുന്നു? അവർക്ക് ശരിക്കും ഭാഗ്യം കൊണ്ടുവന്നത് കൊണ്ട് ആ വൃദ്ധനോട് അവരെന്ത് ചെയ്തു? നന്ദി പറഞ്ഞു. വൃദ്ധനോട് നന്ദി പറഞ്ഞ് ആർക്കെന്താ? വൃദ്ധനോട് അവനും അവൻ്റെ അമ്മയും വളരെ നന്ദിയുള്ളവരായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാന്ത്രിക ബീൻസ് കിട്ടിയത് കൊണ്ടാണ്
അവർക്ക് ഈ ഭാഗ്യങ്ങളെല്ലാം ലഭിക്കുകയും തൻ്റെ മിൽക്കി വൈറ്റിനെ തിരിച്ചു ലഭിക്കുകയും ചെയ്തു. ഓക്കെ. From then onward, Jack, his mother and Milky White never had any shortage of money and they lived happily ever after. അന്ന് മുതൽ ജാക്കും അവൻ്റെ അമ്മയ്ക്കും തൻ്റെ മിൽക്കി വൈറ്റിനും പണത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അന്ന് മുതൽ ജാക്കിനും അവൻ്റെ അമ്മയ്ക്കും തൻ്റെ മിൽക്കി വൈറ്റിനും പണത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല, പറ്റിയിട്ടില്ല. അവർ എന്നേക്കും എന്ത് ചെയ്തു? സന്തോഷത്തോടു കൂടി ജീവിച്ചു. അവർക്ക്, അതായത് ജാക്കിനും അവൻ്റെ അമ്മയ്ക്കും മിൽക്കി വൈറ്റിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ആ പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അവരുടെ ഒരു എന്നേക്കും സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചത്. അന്ന് മുതൽ ജാക്കിനും ജാക്കിൻ്റെ അമ്മയ്ക്കും മിൽക്കി വൈറ്റിനും പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇത് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു. ഓക്കെ ടീച്ചർ ഒന്നുകൂടെ അത് പറയുകയാണെങ്കിൽ, നെക്സ്റ്റ് ഡേ strange old man returned with the Milky White. Jack and his mother were very thankful to him. The magical beans had truly brought good fortune to them. From then onwards, Jack's mother and Milky White never had any shortage of money and they lived happily ever after. Okay. ടീച്ചർ ഇനി ആ ലെസൺ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് വായിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇത് റീഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ റീഡ് ചെയ്യുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് അത് മൊത്തവും 3 times നിങ്ങൾ റീഡ് ചെയ്യണം. റീഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ ടീച്ചർക്ക് ഇട്ട് തരണം. ആ ലെസൺ ഫുള്ള് എന്ത് ചെയ്യുക? നിങ്ങൾ 3 times റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ ഇട്ട് ടീച്ചർക്ക് ഇട്ട് തരിക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ടീച്ചർ പറഞ്ഞു തരാം. ടീച്ചർ ഒന്നുകൂടെ ആ ലെസൺ റീഡ് ചെയ്യുകയാണ്. എല്ലാവരും നെക്സ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ട് ശ്രദ്ധിച്ചിരുന്നേ. Once upon a time, in a small village in England, there lived a woman. She had a son named Jack. They lived in a little cottage. Jack and his mother were very poor. She worked in other people's house and gathered just enough money to eat one meal a day. Jack did not have many friends, but he was kind of hurt and loved animals. They had a cow at home. Her name was Milky White. Jack was very fond of her. One year, the winter was very severe and Jack's mother felt very sick. She lost her job and could not find another one. Mother, why are you so worried? Asked Jack. His mother did not say anything, so Jack suggested, let us sell Milky White and buy some food with that money. Jack's mother, no. Jack loved his cow, but there was no other way to get money, so she agreed. The next morning, she told Jack, Jack, please take Milky White to the market for me and sell her for a good day. Bring back the money and I will cook us some food. Jack went to the market. He was sitting and talking to Milky White when he met an old man. He stopped Jack. So, young lad, where are you going? He asked Jack. I am going to the market to sell Milky White, my cow. Jack replied, son, why do not you sell her to me? I don't have money for her, but I have this. He spread his palm open to show Jack a handful of beans. What can I do with these beans? They are no good to me. I am not a farmer, said Jack to the old man. Okay, let's ശ്രദ്ധിച്ചിരിക്കണേ. These are no ordinary beans, lad. They are magical and they will bring you good fortune. And once you are rich, I will come and return. And once you are rich, I will come and return Milky White to you, said the old man grimly. Jack was confused at the old man's offer, but he was willing to take any risk to bring good fortune to his mother. He gave Milky White to the old man with a heavy heart. He took the magical beans and returned home. His mother was very angry at him for losing their cow in exchange for a foolish bargain. She grabbed the beans from his hand and threw them out of the window. The next
found that the beans are grown into a game beanstalk. The tree was so tall that it touched the clouds. Jack suddenly remembered the words of the strange old man. He set out to climb the tree to find his good fortune. When he climbed to the top of the beanstalk, Jack found a big castle with an open door. When he went inside and was surprised to see a beautiful fairy smiling at him. "Hello, Jack, I was waiting for you," she said in a very sweet voice. Jack was surprised to hear his name. Jack inside the castle is a very bad game. The magic of the bean says that forever he reaches the castle, the fortune belongs to him. So the fortune is yours. However, the giant must captured everything. You must be careful and take whatever you can. Jack went inside and saw a big game sleeping at the table with lots of food for and around him. Jack had not eaten properly for days. He got up all the food, then his eyes fell upon 3 bags of gold coins kept on the table. Jack quickly picked up the bags and rushed back home. He gave the bags of coins to his mother and decided to climb up the beanstalk once again. The game was still sleeping. Jack's eyes fell upon a hen with several golden eggs laid near her. He understood that then hen was magical and took it with him. Jack came back the third time to the game's castle and saw a golden harp playing on the floor next to the gate. He tried to quickly slip out with the harp, when suddenly he tripped and fell on the floor with a loud sound. The gates wake up with a start. Feel fine for fun. I smell the blood of an Englishman. Be he alive or be he dead, I will grind his bones to make my bread. His game said these words as he angrily got up from his chair. He saw Jack trying to run away with his golden harp. He ran behind him, just climbed down the beanstalk as fast as he could. The games followed close behind him. Jack was very slow, and soon as he reached his house, he called out his mother for help. "Mother, please come quickly, get me the axe," shouted Jack. Jack cut off the beanstalk with his axe. Then James fell to the ground and there was a spray of tingling lights that filled the garden. Jack and his mother could not see what was happening. Within minutes, the entire had disappeared from the garden just as strangely as they had disappeared overnight from the magical beans. The next day, the strange old man returned with the milky wine. Jack and his mother were very thankful to him. The magical beans had truly brought good fortune to them. From the onwards, Jack, his mother and milky wine had a shortage of money and they lived happily ever after. ഇതിപ്പം ആഴ്ച വരെ എല്ലാവരും ലെസൺ ഫുള്ളും 3 times റീഡ് ചെയ്യുക. 3 times റീഡ് ചെയ്തതിനു ശേഷം പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. സൈൻ ചെയ്തതിനു ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് എടുക്കുക. ടീച്ചർ പഠിച്ചത് വരെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ലെസൺ ഫുള്ളും 3 times റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിനു ശേഷം പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. സൈൻ ചെയ്തതിനു ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് തരിക. ഓക്കെ, നമുക്ക് ആ ബാക്കി കുറച്ച് മീനിങ്സ് ടീച്ചർ പഠിപ്പിച്ച് ബാക്കി മീനിങ്സ് ടീച്ചർ പറഞ്ഞു തരികയാണ്. എല്ലാവരും ശ്രദ്ധിച്ചേ. ഹാർപ്പ് എന്താണ്? കിന്നരം. ഹാർപ്പ് കിന്നരം. A wooden musical instrument with strings. A wooden musical instrument with strings. Harp, kinnaram,
അതായത് ചരടുകളുള്ള ഒരു തരം സംഗീത ഉപകരണം, ചരടുകളുള്ള ഒരു തരം സംഗീത ഉപകരണമാണ് ഹാർപ്പ്. ഹാർപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരടുകളുള്ള ഒരു തരം സംഗീത ഉപകരണമാണ് ഹാർപ്പ്. ഹാർപ്പ് എന്താണ്? ചരടുകളുള്ള ഒരു തരം സംഗീത ഉപകരണമാണ് ഹാർപ്പ്. Wake up with a star. Wake up with a star. Wake up with a star. Wake up with a star എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുടക്കത്തോടെ ഉണരുക. Wake up with a star എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടക്കത്തോടെ ഉണരുക. Wake up with a star, ഒരു തുടക്കത്തോടെ ഉണരുക. അതായത് wake up suddenly. Wake up suddenly. Wake up suddenly എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണരുക. Wake up suddenly എന്താണ്? പെട്ടെന്ന് ഉണരുക. അടുത്തത് scamper down. Scamper down. Scamper down എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടത്തിൽ താഴേക്ക്. Scamper down എന്താണ്? ഓട്ടത്തിൽ താഴേക്ക്. Scamper down എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടത്തിൽ താഴേക്ക് വരിക. Run with the quick steps. ദ്രുതഗതിയിലൂടെ ഓടുക. Run with the quick steps എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രുതഗതിയിലൂടെ ഓടുക. Stand with the quick steps എന്ന് വെച്ച് കഴിഞ്ഞാൽ run with the quick steps. ദ്രുതഗതിയിൽ ഓടുക. Okay. Slip out. Slip out. Slip out എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറുക. Slip out എന്താണ്? ഒഴിഞ്ഞു മാറുക. Slip out ഒഴിഞ്ഞു മാറുക. To escape quickly. To escape quickly. നിശബ്ദമായി രക്ഷപ്പെടൽ. To escape quickly എന്ന് വെച്ച് കഴിഞ്ഞാൽ നിശബ്ദമായി എന്ത് ചെയ്യുക? നിശബ്ദമായി രക്ഷപ്പെടുക. Shortage. Shortage ക്ഷാമം. Shortage എന്താണ്? ക്ഷാമം. Less of something. Less of something എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറവ്. ഷോർട്ടേജ് ക്ഷാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ഓഫ് സംതിങ്. ലെസ് ഓഫ് സംതിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറവ്. ഓക്കെ, ഇപ്പോൾ പഠിച്ചത് ഒന്നുകൂടെ പറഞ്ഞിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഹാർപ്പ്, എ ഗുഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വിത്ത് സ്ട്രിങ്സ്. വേക്ക് അപ്പ് വിത്ത് എ സ്റ്റാർട്ടർ. വേക്ക് അപ്പ് സഡൻലി. സ്കാംപർ ഡൗൺ. റൺ വിത്ത് ക്വിക്ക് സ്റ്റെപ്സ്. സ്ലിപ്പ് ഔട്ട് ടു എസ്കേപ്പ് ക്വിക്ക്ലി. ഷോർട്ടേജ്, ലെസ് ഓഫ് സംതിങ്. Harp, a good musical instrument with the strings. Wake up with a start. Wake up suddenly. Scamper down. Run with the quick steps. Slip out to escape quickly. Shortage, less of something. Okay, this is പഠിച്ചത്. നിങ്ങൾ ഇത് 5 times വെച്ച് നിങ്ങൾ നോട്ടിലോട്ട് എഴുതി പഠിക്കുക. this is പഠിച്ച മീനിങ്സ് 5 times വെച്ച് നിങ്ങൾ നോട്ടിലോട്ട് എഴുതി പഠിക്കുക. this is പഠിച്ച മീനിങ്സ് 5 times വെച്ച് നിങ്ങൾ നോട്ടിലോട്ട് എഴുതി പഠിക്കുക. പഠിച്ചതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് ഇട്ട് തരിക. ഗൈഡൻസ് ചെയ്ത് പഠിച്ചതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് ഇട്ട് തരിക. ടീച്ചർക്ക് പഠിച്ച പാഠം 3 times റീഡ് ചെയ്യുക. പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. അതിൻ്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് ഇട്ട് തരിക. ടീച്ചർക്ക് പഠിച്ച മീനിങ്സ് 5 times നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതി പഠിക്കുക. അതിൻ്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് ഇട്ട് തരിക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2ന്റെ ടേബിൾ പഠിച്ചില്ലേ? 2ന്റെ ടേബിൾ പഠിച്ചില്ലേ? 2ന്റെ ടേബിൾ നമ്മൾ പഠിക്കാം. 1 2s are 2, 2 2s are 4, 3 2s are 6, 4 2s are 8, 5 2s are 10, 6 2s are 12, 7 2s are 14, 8 2s are 16, 9 2s are 18 and 10 2s are 20. 1 2s are 2, 2 2s are 4, 3 2s are 6, 4 2s are 8, 5 2s are 10, 6 2s are 12, 7 2s are 14, 8 2s are 16, 9 2s are 18 and 10 2s are 20. Is it right? 1 2s are 2, 2 2s are 4, 3 2s are 6, 4 2s are 8, 5 2s are 10, 6 2s are 12, 7 2s are 14, 8 2s are 16, 9 2s are 18 and 10 2s are 20. We have a 3 table പഠിക്കാൻ പോകുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടേ. Look, 1 2 3. 3 balls. 3 balls എത്ര times ഉണ്ട്? 1 times. 1 time 3 is
1 3s are 3. 1 3s are 3. അടുത്തത് 1 2 3 1 2 3 1 3 വെച്ച് എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ് ഉണ്ട്. 2 ടൈംസ് 3 count again. 1 2 3 4 5 6. 3 times 3 is 6. 2 times 3 is 6. 2 times 3 is 6. 2 3s are 6. 2 3s are 6. 6. അടുത്തത് 1 2 3 1 2 3 1 2 3 3 times. Okay, 3 is 3 times. 3 times 3 is counting it. 1 2 3 4 5 6 7 8 9. 3 times 3 is 9. 3 3s are 9. 3 3s are 9. Okay. And the next step. 3 is 1 2 3 4 times. 4 times 3 is 1 2 3 4 5 6 7 8 9 10 11 12. 12. And 3 is 4 3s are 12. 4 3s are 12. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 4 5. 3 is 4 5 times ആയപ്പോഴേ 1 2 3 4 5. 3 is 5 times ആയപ്പോഴേ 3 5 times 3 is 15. 5 times 3 is 15. 5 times 3 is 15. The 5 3s are 15. 5 3s are 15. Now count it. 1 3s are 3. 2 3s are 6. 3 3s are 9. 4 3s are 12. 5 3s are 15. 1 3s are 3. 2 3s are 6. 3 3s are 9. 4 3s are 12. 5 3s are 15. Okay. Okay, 3 വെച്ച് എത്ര ടൈംസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6. Okay, 6 times 3 count again. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. 3 times 3 is 18. 6 3s are 18. 6 3s are 18. 6 3s are 18. Okay, 3 വെച്ച് 1 2 3 4 5 6 7 times. 7 times 3 is 1 2 3 4 5 6 7 8 9
10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21. 7 times 3 is 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 21. 7 3s are 21. 7 3s are 21. Okay, 1, 2, 3, 4, 5, 6, 7, 8. 8 times 3 is 8 times 3 is 24. 8 times 3 is 24. 8 3s are 24. 8 3s are 24. Okay, 1, 2, 3, 4, 5, 6, 7, 8, 9. 9 times 3 is 9 times 3 is 27. The 9 is 27. 9 is 27. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 times 3 is 10 times 3 is 30. 10 times 3 is 30. 10 into 3 is equal to 30. Okay. 6 3s are 18. 7 3s are 21. 8 3s are 24. 9 3s are 27. 10 3s are 30. 6 3s are 18. 7 3s are 21. 8 3s are 24. 9 3s are 27. 10 3s are 30. Kerala Pati. Again. 1 3s are 3. 2 3s are 6. 3 3s are 9. 4 3s are 12. 5 3s are 15. 6 3s are 18. 7 3s are 21. 8 3s are 24. 9 3s are 27. 10 3s are 30. ഇതിനുള്ള പറഞ്ഞാലും 1 3s are 3. 2 3s are 6. 3 3s are 9. 4 3s are 12. 5 3s are 15. 6 3s are 18. 7 3s are 21. 8 3s are 24. 9 3s are 27. 10 3s are 30. Again. 1 3s are 3. 2 3s are 6. 3 3s are 9. 4 3s are 12. 5 3s are 15. 6 3s are 18. 7 3s are 21. 8 3s are 24. 9 3s are 27. 10 3s are 30. ഇതിനുള്ള പറഞ്ഞാലും 1 3s are 3. 2 3s are 6. 3 3s are 9. 4 3s are 12. 5 3s are 15. 6 3s are 18. 7 3s are 21. 8 3s are 24. 9 3s are 27. 10 3s are 30. Okay, നിങ്ങൾ നോട്ടിലോട്ട് 5 ടൈംസ് വീതം വെച്ച് ആദ്യത്തെ ടേബിൾ എഴുതിപ്പെടുത്തുക. എഴുതിപ്പടിച്ചതിന് ശേഷം അതിന്റെ ഫോട്ടോ ടീച്ചർ ഇട്ട് തരിക. വെറുതെ 5 ടൈംസ് ടേബിൾ നിങ്ങൾ നോട്ടിലോട്ട് എഴുതിപ്പെടുത്തുക. എഴുതിപ്പടിച്ചതിന് ശേഷം അതിന്റെ ഫോട്ടോ ടീച്ചർ ഇട്ട് തരിക. ടേബിൾസ് നിങ്ങൾ കാണാൻ പറയുന്നതിലൂടെ